ഇവന്റെ ഒരു കാര്യം പറഞ്ഞു. എന്താ റോയിച്ച അത്? നിനക്കൊന്ന് ഹോം ഡെലിവറി ഒന്നുമില്ലേ? ഓർഡർ ഒന്നും വന്നില്ല. ഇതെന്റെ ഒരു ഫ്രണ്ടിന്റെ ബ്ലോഗാ. ബ്ലോഗോ? അതെന്താ? ബ്ലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോഗ്, അല്ലാതെ ഇപ്പൊ എന്താ? അറിയാഞ്ഞിട്ട് ചോദിച്ചല്ലേ റോയിച്ച. ഈ ബ്ലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ? റോയിച്ചന് അറിയില്ല അല്ലേ? ഈ ചില ആൾക്കാർ ഡയറി ചെയ്തൂലേ, അതുപോലെ നെറ്റിലൊരു പേഴ്സണൽ ഡയറി. എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഷെയർ ചെയ്യാം, എന്ത് ഐഡിയാസ് വേണമെങ്കിലും എഴുതാം, ആർക്ക് വേണമെങ്കിലും വായിക്കാം. അപ്പൊ എനിക്കും ഇതുപോലുള്ള വല്ല ഐഡിയാസും ഷെയർ ചെയ്യാണ്ടെങ്കിലോ? അതിന് നിനക്ക് എന്ത് ഐഡിയാസാണ് ഷെയർ ചെയ്യാനുള്ളത്? അല്ല, ഈ ഫ്രണ്ട് എന്താ എഴുതിയിരിക്കുന്നത്? അവൻ ഈ കോളേജ് ഡേയ്സിലെ തമാശകളും ടൂർ വിശേഷങ്ങളൊക്കെ എഴുതിയാണ്. ഇവൻ ഫേമസ് അല്ലേ? ഫേമസാ? പിന്നല്ലേ, രാജീവിന്റെ ബ്ലോഗ് വായിക്കാത്തവരാരും ഉണ്ടാവില്ല. ഈ കമ്പ്യൂട്ടറിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ള, എല്ലാവർക്കും എല്ലാം അറിയാം. എനിക്കിങ്ങനെ നിരക്ഷരനായി ജീവിച്ച് മടുത്തു. എനിക്കും വേണം ഫേസ്ബുക്കും ബ്ലോഗിങ്ങും ഒക്കെ. തീരുമാനം കൊള്ളാം. നീ ആത്മാർത്ഥമായിട്ട് ആ ബ്ലോഗിൽ നിന്റെ ജീവിതകൾ എഴുതിയ നിന്റെ ബ്ലോഗ് ഇതിൽ ഇറ്റാം, നീ ഫേമസ് ആവുകയും ചെയ്യും. എൻ്റെ പൊന്നു റോയ്ച്ച, ഒന്ന് ഫേമസ് ആയി പോകാൻ തുടിക്കുന്നൊരു മനസ്സായിട്ടാണ് ഞാൻ ജീവിക്കുന്നതെന്ന് റോയ്ച്ചൻ അറിഞ്ഞൂടെ? ഈ താഴെക്കിടയുള്ള ആൾക്കാരുടെ ജീവിതം കണ്ടു മടുത്തു. ഞാൻ ഫേമസ് ആയി പോകുന്നേ നല്ലത്. ബ്ലോഗ് എങ്കിൽ ബ്ലോഗ്. ശരി, ഇനി ബ്ലോഗിൽ എഴുതാതെ നീ ഫേമസ് ആവാതിരിക്കണ്ട. ഞാൻ നിനക്കൊരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്ത് തരാം. ഞാൻ പറയുന്ന കാര്യം ഷെയർ കൂടി ചെയ്തുതരോ? ക്രിയേറ്റ് ചെയ്ത് തരും, പിന്നെല്ലാം തന്നെ ആയിക്കൊള്ളണം. മനസ്സിലായോ? ക്രിയേറ്റി ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ നല്ല കിടലും ഷെയറിംഗ് ഞാൻ കാണിച്ചു തരാം. പാഞ്ഞു പാഞ്ഞു പോകും കാലം, കൂടെ എത്തുവാൻ എനിക്ക് വേഗം വേണം. ചുരുണ്ടുറങ്ങുവാനും ചടഞ്ഞു കൂടുവാനും എനിക്ക് വേണം ആഴ്ചയിൽ കുറഞ്ഞത് 5 സൺഡേ. Here we go again with the beat. ചുമ്മാ you're popping and you're jumping from the seat. ചുമ്മാ if this is what you want and over there. ചുമ്മാ just chill, we gonna make it up today. ചുമ്മാ ചുമ്മാ chumma, it's all about being chumma, chumma. Let's all be chumma, chumma. Oh yeah, ooh, yeah. Rapapacilalo. Whoa, whoa. Chumma. എന്നാ സാർ അതിന്റെ പരാതി പറച്ചിലും തീരുന്നേ? ഓ, ഇപ്പൊ പരാതി പറഞ്ഞാണ് കുറ്റം. ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും നിങ്ങൾക്ക് വല്ല പിടുത്തോണ്ടോ? ദേ, ഈ കോഫി ഷോപ്പിൽ ഇവിടെയും ലോഞ്ചിലും വരുന്ന എല്ലാ ഓർഡർ പ്രിപ്പയർ ചെയ്യാനും പ്ലേസ് ചെയ്യാനും ഞാൻ ഒറ്റൊരാൾ മാത്രമേ ഉള്ളൂ. അതിന് ഈ സർവീസ് വേണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ പേരോട് നടപ്പുണ്ടല്ലോ, അവരൊന്നും എന്നെ ഹെൽപ്പ് ചെയ്യാറില്ലേ? സർവീസിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എന്തിന്റെ കാര്യം നീ പറഞ്ഞത്? എന്താ നീ ഒന്നും മിണ്ടാത്തത്? പരാതി പറഞ്ഞ് ശീലമായെന്ന് കരുതി ഓവറാക്കരുത്. റോയിച്ചിനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. തിരക്കിട്ട് ഇങ്ങനെ ഓടി നടന്നാൽ മാത്രം പോരാ, കോഫി ഷോപ്പിന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തം വേണം. ഞാൻ സംസാരിക്കാം. അയ്യോ, ദേ റോയിച്ച. എവിടെയായിരുന്നു റോയിച്ച? കോഫി ഷോപ്പിന്റെ കാര്യത്തിൽ വേണ്ട കാര്യങ്ങൾ നോക്കാൻ നീ പറഞ്ഞ ഉത്തരവാദിത്തം. വെറുതെ തമാശ അറിയില്ല റോയിച്ച. എന്താടി നിന്റെ പ്രശ്നം? അത് പിന്നെ റോയിച്ച, മടിക്കണ്ട, പറഞ്ഞോ. എനിക്കിവിടെ ഒറ്റയ്ക്ക് പറ്റില്ല. എനിക്കൊരു ഹെൽപ്പർ മസ്റ്റ് ആയിട്ട് വേണം. നിനക്ക് വേറെ ജോലിയൊന്നും ഇവിടെ ഇല്ലല്ലോ, നിനക്ക് ഇവിടെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ എന്താ? ഞാൻ ചെയ്താൽ ശരിയാകത്തില്ല. എനിക്കിതിലൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തോണ്ട് ഒരാഗ്രഹം കൊണ്ട് ചോദിച്ചു പോവാ. എന്തിനോടെങ്കിലും സാറിന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ? ഉണ്ട്. എന്തിനോടാ? അതിപ്പോ ഞാനെങ്ങനെ ഇച്ചായനോട്? ലേഡീസിനോടായിരിക്കും. അയ്യേ, എന്താ ചോദിച്ചാ ഇങ്ങനെ? പിന്നെന്തിനോടാ? ഫ്രാൻസിൽ പോവാൻ. അതിന് ഫ്രാൻസിൽ പോകാൻ നിനക്ക് വല്ല ട്രേഡും ഉണ്ടോ? അതല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ചോയ്സ് വേണം. അതുമില്ല. ആര് പറഞ്ഞു ഇല്ലെന്ന്? എനിക്ക് അവള് വിസയും ടിക്കറ്റും ഒക്കെ എടുത്തരാന്ന് പറഞ്ഞല്ലോ. ആണോ? പിന്നെന്താ പോവാത്ത? അതിന് പൈസ വേണ്ടേ? എത്രയെന്ന് വെച്ചാൽ ഞാൻ തരാം. ഒന്ന് പോയി കിട്ടിയോ നീ എവിടെയെങ്കിലും? ഒന്നുമില്ലെങ്കിൽ നാട്ടുകാർ ചോദിക്കുമ്പോൾ പറയാലോ അനിയൻ ഫ്രാൻസിലാന്ന്. കഷ്ടം തന്നെയാണ് നിന്റെ കാര്യം. നീ വിഷമിക്കണ്ട,
നമുക്കൊരാളെ വയ്ക്കാം. ഇന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്. പിന്നെ ഫ്രാൻസിന്റെ സഹായം പ്രതീക്ഷിക്കണ്ട. ആ ആനന്ദ് മുകളിലിരിപ്പുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനോട് ചോദി. ഓക്കെ? സീരിയസ് ആയിട്ട് പറഞ്ഞതായിരിക്കുമോ ഫ്രാൻസിന്റെ കാര്യം? പോടാ. ഞാൻ സോറി പറഞ്ഞില്ലേ, പിന്നെന്താ? ലുക്ക് വൺ തിങ്, സാജന്റെ ഭാവനയിലുള്ള ഒരു ഒബീഡിയൻ ഗേൾ ആവാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. വേണ്ട, ഞാൻ ഭാവനയെ വിട്ടു. എന്താ പോരെ? പോരാ, മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് എന്നെ ഇങ്ങനെ ഡീമോറലൈസ് ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ ഡിമോറലൈസ് ചെയ്ത് എന്ത് പറഞ്ഞു എന്നാ? ചൂരിദാർ ഇപ്പോഴത്തെ ഫാഷനാണെന്ന് പറഞ്ഞപ്പോഴേക്ക് ഞാൻ പറഞ്ഞു നീ ചൂരിദാർ ഒന്നും ഇടത്തില്ല എന്ന്. പിന്നെ ഫാഷനിലെ ക്രേസ് ഉള്ള കുറെ പിള്ളേർ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ചേർന്ന് ചിരിച്ചു. അത് നിന്നെ കുറിച്ചാണെന്ന് നീ വിചാരിച്ചതിന് ഞാനെന്ത് പഠിച്ചു? അപ്പൊ അവൾ എന്താ പറഞ്ഞത്? പറു പ്ലീസ്, സോറി. അപ്പോ അവൾ എന്താ പറഞ്ഞത്? മോഡേൺ പിള്ളേരെ ഡിസൈൻ മാത്രമല്ലേ നോക്കുള്ളൂ, അവർക്ക് നല്ലൊന്നും ഇഷ്ടപ്പെടില്ലോ എന്ന്. അത്രേ ഉള്ളൂ. പിന്നെ രണ്ടുപേരും എന്തൊക്കെയോ പറഞ്ഞു ചിരിച്ചു. എനിക്ക് ഇമ്മാരി തമാശ ഒന്നും ഇഷ്ടല്ല. പാറു, ആ അതാ എനിക്ക് അബദ്ധം പറ്റിയത്. ഏത് ടൈപ്പ് തമാശയാ പാറുന് ഇഷ്ടമെന്ന് എനിക്ക് അറിയില്ലല്ലോ അല്ലേ? സാജൻ വീണ്ടും എന്നെ കളിയാക്കാൻ ഇറങ്ങിയിരിക്കല്ലേ? അല്ല പാറു, ദേ റോയിച്ചിനെ നമ്മൾ പിണക്കമാണോന്ന് അറിയിച്ചേക്കണം പ്ലീസ്. മോശമാണ്. ഹായ് റോയിച്ച. ഹലോ. എന്താ ഭാവി കപ്പിൾസ് ഇവിടെ കിടന്നൊരു കറക്കം? പർച്ചേസിംഗാ? ആ ഇവൾക്കൊരു ചുരിദാർ എടുക്കാന്ന് കരുതി. ആ ആയിക്കോട്ടെ. നമുക്ക് ആ ഡേറ്റ് ഒന്ന് തീരുമാനിക്കണ്ടേ? പിന്നെ വേണം, ഇവളുടെ മമ്മി ഒന്ന് വന്നിട്ട് വേണം നമുക്കൊന്നിരുന്ന് ആലോചിക്കാൻ. ആയിക്കോട്ടെ. പൈസ വല്ലതും വേണോടി? ഇല്ല വേണ്ട റോയിച്ച, എൻ്റെ ഉണ്ട്. എന്നാ നടക്കട്ടെ. നിങ്ങളുടെ മൂഡ് കളയണ്ട. ചെല്ല്. ശരി റോയിച്ച്, പോയിട്ട് വരാം. ഹലോ മച്ചാ, എടാ എനിക്ക് നീ കുറച്ച് മലയാളം വാക്കുകൾ ഇംഗ്ലീഷിലാക്കി തരുമോ? പറയട്ടെ. ചമ്മിപ്പോയി, പണ്ടാരടങ്ങി, പണി പാളി, വഴിത്തിരിവ്, അങ്ങനെയൊക്കെ. ആ ഒന്ന് പെട്ടെന്ന് വേണേ. One day I Anand thought acting idea. I decision if become anything before that I will have a star. Then on another day I become to Cochin. My old dearest friend of Orkut welcome late. കോന്തൻ ടോണി ഇതുവരെ ഇംഗ്ലീഷ് വാക്കുകൾ മെസ്സേജ് ചെയ്തില്ലല്ലോ. അവനെ പറ്റി നീ മോശം എഴുതാം. വേണ്ട, അതോറ്റ് അവനറിഞ്ഞാൽ എന്നെ പിടിച്ച് ഇടിക്കും. സമയമില്ലെങ്കിലേ മോശ. ആനന്ദേ, ഓ ഒന്ന് വന്നേടാ. അല്ല, ഈ കോഴിക്കോടേക്കുള്ള അടുത്ത ട്രെയിൻ എപ്പോഴാണ്? അങ്ങനെ ഇപ്പൊ ആ ട്രെയിൻ നോക്കുന്നേ? അല്ല, അത്യാവശ്യമായിട്ടേ എന്നേക്കുമായി ആർക്കെങ്കിലും കോഴിക്കോട്ടേക്ക് പോയിട്ട് വന്നാലോ? അങ്ങനെയാണ് ഇപ്പൊ കോഴിക്കോടേക്ക് പോകുന്നത്? നിന്നെ കുറിച്ച് തന്നെയാ, പഴയതുപോലെയല്ല. നിനക്ക് എന്നോടുള്ള ബഹുമാനം കുറച്ച് കുറഞ്ഞോന്നൊരു ഡൗട്ട്. ഈ ഡൗട്ടൊക്കെ നമ്മളുടെ ഇടയിൽ ആവശ്യമുള്ളതാണോ? വേണം വേണം വേണം, തീർച്ചയായിട്ടും വേണം. അല്ല, നീ എന്താ ഈ ബ്ലോയിൽ കിടന്നൊരു കളി? ചുളുവിലൊന്ന് ഫേമസ് ആവാനുള്ള കഷ്ടപ്പാടില്ല. ഇത് ഹിറ്റാവൂടാ. സത്യം? ഉറപ്പാ. അതെന്താ അങ്ങനെ? എടാ, നിനക്ക് കൊച്ചിയെ കുറിച്ച് അറിയാൻ പാടില്ലെന്നിട്ടാ. സിൽസിലെ അങ്കനവാടിയിൽ ഇടിക്കല ഹിറ്റായ നാടായിരുന്നു. പിന്നെ അതിൻ്റെ ഈ ബ്ലോഗ്. എന്തായാലും അവരെക്കാട്ടും കഴിവൊക്കെ എനിക്കുണ്ടോ? അതെ, ഇത്തരം ഐറ്റങ്ങളോട് ജനങ്ങൾക്ക് എന്താണെന്നറിയില്ല, പ്രത്യേകിച്ചൊരു ഇഷ്ടമുണ്ട്. ഹോ, അങ്ങനെ ഒരു ഇഷ്ടം ഞാൻ ഫേമസ് ആവുന്നവരെ ജനങ്ങളിൽ ഉണ്ടായാൽ മതിയായിരുന്നു എൻ്റെ ദൈവമേ. Chumma, chumma, it's all about being chumma. അയ്യോ, എന്ത്? ഞാൻ സുനില്, പാലക്കാടാ വീട്. അധികം പഠിപ്പൊന്നുമില്ല. അതെ, ഒരു കഥ കേൾക്കാൻ പറ്റിയ മൂഡിലല്ല ഞാനിപ്പം. ഒന്ന് ചുരുക്കി പറ. ആയിക്കോട്ടെ. എന്ത് പണിയും ചെയ്യാമെന്ന ചങ്കുറ്റത്തോടെയാണ് ഈ കൊച്ചിയിൽ വന്നത്. വരാൻ കാരണമുണ്ട്. ഉണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ അളിയന്മാരെന്നെ കുടിപ്പിച്ച് ഒപ്പിട്ട് വാങ്ങി. ചതിച്ചു. തിരികെ ചെന്ന് എല്ലാം വെട്ടിപ്പിടിക്കും എന്നും പറഞ്ഞ് എല്ലാവരും വെല്ലുവിളിച്ചാ ഞാൻ പോന്നത്. ബാങ്കിൽ 750 രൂപയുണ്ട്.
ഹോട്ടലിലായിരുന്നു പണി. കൊച്ചിയിലല്ലേ. മാസം 6000 രൂപ ശമ്പളം കിട്ടിയാൽ രൂപ 7000 വേണം മാസം തള്ളി നീക്കാൻ. മെച്ചപ്പെട്ട ജോലിയൊന്നും കിട്ടാതായപ്പോൾ കഷ്ടപ്പെടുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നി. കയ്യിലുണ്ടായിരുന്ന ആകെ 50 തീർന്നു. എന്നാൽ പിന്നെ മതി ജീവിച്ചതെന്നും കരുതി ഇതിൽ ചാടാൻ നിന്നപ്പോഴാണ് കഷ്ടകാലം പോലെ സാറ് വന്നത്. കഷ്ടാലോ അതെന്താ? സാറേ, മരിക്കാൻ തീരുമാനിക്കുന്നവരൊന്നും ആഗ്രഹിച്ചിട്ട് മരിക്കുന്നവരല്ല. അവസാന നിമിഷം ആരെങ്കിലും വന്ന് ഈ കഥ മുഴുവനും കേൾക്കും. എന്നിട്ട് അവർ മരിക്കാൻ നിൽക്കുന്നവർക്ക് പണമോ ജോലിയോ കൊടുക്കും. മരിച്ച് രക്ഷപ്പെടാതെ ജീവിച്ച് നരയിക്കുകയെന്ന് ഉപദേശിച്ച് കൊതിപ്പിക്കുകയും ചെയ്യും. അതാ ഞാൻ കഷ്ടകാലം എന്ന് പറഞ്ഞത്. താൻ ആള് കൊള്ളാലടോ. ഞാൻ ഏതായാലും അതൊന്നും പറയുന്നില്ല. തനിക്ക് മരിക്കണമെന്നാണെങ്കിൽ മരിക്കാം ഇപ്പോൾ ഇവിടെ. അതല്ല ജീവിച്ച് ജയിക്കണമെന്നാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. എനിക്കൊരു ചായ വാങ്ങിത്തരുമോ? അത് കുടിച്ചോണ്ട് ആലോചിക്കാം. വാ. ചായ കുടിക്കടോ. സാധാരണ മരിക്കാൻ പോകുന്നവരുടെ അടുത്ത് വന്ന് രക്ഷകർ പറയുന്നത് പോലെ തന്നെയാ സാറ് പറഞ്ഞതെങ്കിലും എനിക്കിപ്പം ജീവിക്കാനൊരാഗ്രഹമൊക്കെ ഉണ്ട്. എൻ്റെ താൻ മരിക്കാനാണെങ്കിൽ അത് പറയും, ഞാൻ വേഗം അവിടെ കൊണ്ടുവിടാം. അല്ല ജീവിക്കാനാണെങ്കിൽ അതൊന്ന് പറയും. വേണ്ട സാറേ, ഞാൻ മരിക്കുന്നില്ല. സാറ് പറ, ഞാൻ എന്താ വേണ്ടേ? പറ. കയ്യിറ മോനെ. യോ, എങ്കിൽ മര്യാദക്കൊന്ന് വണ്ടി കയറും. സാറാ, ഇതാണ് നിന്റെ പുതിയ അസിസ്റ്റന്റ് സുനിൽ. ബംഗാളിയാ? ഹേ, മലയാളിയാ. കണ്ടിട്ട് കൺസ്ട്രക്ഷൻ തൊഴിലാളിയെ പോലെ ഉണ്ടല്ലോ. ഇതാരാ? മുതലാളിയാ? ഇതും ഒരു മുതലാളിയാ. കണ്ടിട്ട് ഹൈടെക് തൊഴിലാളിയാണെന്ന് തോന്നുന്നു. റോയിച്ചാ, എന്നെ ഒരു കൊലയാളിയാക്കട്ടെന്ന് പറഞ്ഞേക്ക്. ടോണി. ഞാനൊന്നും വിട്ടുന്നില്ല. സാറാ, നീ പറയും ഓൻ പറയും. പോരെന്ന് ചോദിച്ചാ മതി, പക്ഷെ ജോലി അറിയാത്ത ഒരാളെ പെട്ടെന്ന് അതൊക്കെ അവൻ പഠിച്ചോളൂന്നേ. അല്ലടാ സുനില? അല്ല സാറേ, എവിടെ ഈ താമസമൊക്കെ? അതിന്റെ താഴെ തന്നെ ഉണ്ട്, അവിടെ താമസിക്കാം. ടോണി ഒന്ന് കാണിച്ചു കൊടുത്ത്. റോയ് ചെയ്ത് എന്തുദ്ദേശിച്ചാ? ഒരാഴ്ച എന്ന് പറഞ്ഞ ഒരുത്തനെ കയറ്റി വീട്ടിൽ താമസിപ്പിച്ചു. അവൻ ഇപ്പൊ നമ്മുടെ കൂടെയായി. അവനെ പിന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിക്കാം. ഇതെന്ത് പരിപാടിയാ? റോയിച്ച് ഒരു കാര്യം ചെയ്യും, ഒരു ബംഗർ ബങ്ക് കെട്ടിയിട്ട് കണ്ട ബംഗാളികളെ പിടിച്ച് അവിടെ താമസിപ്പിക്കും. നല്ല ജനശ്രദ്ധയും കിട്ടും. ഞാൻ പോവാ സാറേ. മര്യാദയ്ക്ക് നല്ലൊരു വഴിക്ക് പോകണ്ടെന്ന് എന്നെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇല്ലാത്ത അഭിമാനം കളയേണ്ട വല്ല കാര്യമുണ്ടോ സാറേ? സുനിൽ എങ്ങോട്ടേക്കും പോകുന്നില്ല. ടോണി, ഞാൻ ഈ സുനിലെ പറഞ്ഞോട്ടേക്കാം. പകരം നാളെ മുതൽ സാറുടെ കൂടെ നീ ആണോ? ഹേയ് സുല്ലേ, ബാ, റൂം താഴെയാ, ബാ കാണിച്ചിരാട്ടാ. ബാ ബാ ബാ. ചെല്ലു. പണിയെടുക്കണ കാര്യം പറഞ്ഞ പിന്നെ അവനെ കൊണ്ടൊരു ശല്യം. ഇതൊക്കെ എവിടെ ചെന്ന് എത്തുക എന്തോ. ശരി, പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റേറ്റിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. സറക്കൊച്ച് 2 സ്പെഷ്യൽ കോഫി ആണല്ലോ. അതെന്താ നെഹക്കൊച്ചേ? ജസ്റ്റ് 1 minute പ്ലീസ് വെയിറ്റ്. വെയിറ്റിംഗ് ഒന്നുമില്ല, പെട്ടെന്ന് വേണം. എടാ, അവിടെ ഒരു പട്ടി കൊണ്ടുവരും. ഇല്ല, അത് ശരിയാവില്ല. ഏതായാലും വിളിക്കാം. ഓക്കെ, ബൈ. എന്താ റോയിച്ച ഇത്? എത്ര നേരം ഫോണില്? ഇതൊക്കെ ഒരു ബിസിനസ് അല്ലേ? ബിസിനസ് ഒക്കെ ഞാൻ ശരിയാക്കി തരാം. എന്താ നീ എല്ലാം നോക്കിയെടുത്തോ? എനിക്ക് കോഫി ഷോപ്പാണ് ഇഷ്ടപ്പെട്ടത്. ഇത് ഞാൻ നടത്തും. അപ്പൊ റോയിച്ചൻ ടോട്ടലി ഫ്രീ ആകും. കോഫി ഷോപ്പിൽ നീ ഇടപെടണ്ട. ഞാനും ദേ അവളില്ലേ സാറാ, അവൾ ഒറ്റ ഒരുത്തി മതി ഇത് മുഴുവൻ നോക്കിയെടുത്താം. ഓ പിന്നെ ഏയ്, എത്ര നേരം ഒരു കോഫി പറഞ്ഞിട്ട്? ഈ കൊച്ചവിടെ എന്തെടുക്കുവാ? അവൾ അവിടെ എന്തോ തിരക്കില്ല. സാറാ, കോഫി എവിടെ? അയ്യോ റോച്ച മറന്നുപോയി. മറവി പ്രായത്തിന്റെയാ. സാധാരണ പ്രായമായവർക്കല്ലേ റോയ്ച്ച മറവി. എടി മോളെ, അതിന്റെ തോന്നല. എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല. അതെ, നോട്ടത്തിന് തോന്നിട്ട് പറഞ്ഞതാ. നിങ്ങളെന്തോ ഒരുമാതിരി പിള്ളേരെ പോലെ. ഇവളുടെ ചേട്ടത്തിയമ്മ നാളെ ഇവിടെ കയറി വരണ്ടല്ലേ? തർക്കത്രം പറയുന്ന കേട്ടില്ലേ? അയ്യോ, ഒരു തമാശ പറഞ്ഞപ്പോഴേക്കും അങ്ങ് ദേഷ്യമായോ? എന്താ റോയ്ച്ച ചേട്ടത്തിയമ്മ ഇങ്ങനെ? ആ മതി മതി, രണ്ടുപേരും സംസാരിച്ചു കയറണ്ട, നിർത്തിക്കോ. ഞാൻ നിർത്താം.
പക്ഷെ ഈ പണിക്കാർ പണ്ട ഒരു അഹങ്കാരം. ചേട്ടത്തിയമ്മേ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരാമോ? അകത്ത് വരൂ. മനസ്സിലായോ? മനസ്സിലായെന്നാ ചോദിച്ചേ? സോറി സാറേ. ഇറ്റ്സ് ഓക്കെ. മലയാള സിനിമയെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു പറ്റം യുവതാരനിരയിൽ ഒരു താരം കൂടി, ആനന്ദ് ശസ്ത്രൻ. ആഹാ, കൊള്ളാം. പെട്ടെന്ന് വേണം, കഴിഞ്ഞിട്ട് ഷൂട്ടുള്ളതാ. ശരിയാ, ആനന്ദിനെ പറ്റി അങ്ങനെയൊക്കെ ഒരു വിശേഷണമുണ്ട്. ഈ ഉത്തരേന്ത്യൻ നടന്ന് വിളിക്കുന്നത് മലയാള സിനിമ ഒരു ഉത്തരം കാണാതിരിക്കുമ്പോഴാണ് ഞാനൊരു ഉത്തരമായിട്ട് വരുന്നത്. അതുകൊണ്ടായിരിക്കും. ഈ ആനന്ദില്ലേ, ആനന്ദ് 1.5 കോടി രൂപ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ 5 ഇരട്ടി പ്രൊഡ്യൂസറിന് തിരിച്ചു കൊടുത്തിട്ടുമുണ്ട്. പിന്നെ ഞാൻ എത്രയോ ദാനം ചെയ്തിട്ടൊക്കെ ഉണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാനൊരു മെർസിഡീസ് ബെൻസാണ് ഒരാൾക്ക് ദാനം കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ പൊന്നു മോനെ ആനന്ദേ, നീ ഒന്നും ചെയ്യേണ്ട സ്റ്റാർ ആവാൻ. ഇത് കണ്ട, ഇത് യൂട്യൂബ് ഇട്ടാൽ മാത്രം മതി, നീ സ്റ്റാർ ആടാ. താങ്ക്സ് മച്ചു. ഒരു പണിയുണ്ട്. ടോണി, ഏതാടാ ഈ കൊരങ്ങൻ? സാറാ, എന്റെ ഫോൺ കണ്ടോ? അത് കാണുന്നില്ല. അയ്യോ, ഫോണിനകത്ത് ടോണി എനിക്ക് ചിന്തിക്കാനേ വയ്യ. അത് പോയാൽ ഭയങ്കര പ്രശ്നാ. ഒരു സാധാരണ ഫോൺ അല്ലത്. എനിക്കറിയാം ടോണി, ഗതയില്ലാത്ത ഹനുമാനെ പോലെയാണല്ലോ മൊബൈലില്ലാത്ത ടോണി. അയ്യോ, പാത്തുമ്മയുടെ ആട് പോയോ? അല്ല, ടോണിയുടെ മൊബൈല് പോയോ? ആനന്ദേട്ടാ, അതൊക്കെ പഴയ സാധനങ്ങളല്ലേ. പാത്തുമ്മയുടെ ആടിനോട് ടോണി സാറിന്റെ ഫോണിനെ ഉപമിക്കല്ലേ. ആ സ്ഥാനത്ത് വല്ല മമ്മൂക്കയുടെ കൂളിംഗ് ഗ്ലാസ് എന്ന് പറ. നല്ല നടനാവാനുള്ളതല്ലേ, അപ്ഡേഷൻ വേണം, അതാ പറഞ്ഞത്. കാപ്പി കുടിച്ചോ? ഇല്ല സാറാ, ഇവനൊരു നല്ല സ്ട്രോങ് കാപ്പി ഉണ്ടാക്കി കൊടുത്തേ. ഇത്രയും നിർത്താതെ പറഞ്ഞല്ലേ. കൂലിപ്പണിക്ക് വന്ന ആ പണി ചെയ്താൽ മതി, നമ്മളൊന്നും മെക്കിട്ട് കയറല്ലേ. സത്യം പറയടാ, നീയല്ലേ എടുത്തത്? എന്ത് കൂലിപ്പണിയോ? അല്ല, എന്റെ ഫോൺ. നീ എന്താ ടോണി പറയുന്നേ? എനിക്കെന്തിനാ നിന്റെ ഫോൺ? എന്നാ ഇവനാ എന്റെ ഫോൺ എടുത്തത്. അതെനിക്കും സംശയമുണ്ട്. ഞാൻ എന്നോ ആ ഫോൺ ഇവിടെ കുത്തിയിടുന്നതാ, ഇതുവരെ പോയിട്ടില്ല. ഇന്നാ നഷ്ടപ്പെട്ടത്. ഇന്നല്ലേ ഇവൻ വന്നത്, അപ്പൊ അവൻ തന്നെയായിരിക്കും. എന്റെ ടോണി സാറ് ഞാനല്ല, അതെനിക്ക് എടുക്കേണ്ട ആവശ്യമില്ല. എന്തിന്റെ ആവശ്യമില്ലെന്ന്? എടുക്കേണ്ട ആവശ്യമില്ലെന്ന്. സുനിലെ, ടേബിൾ നമ്പർ 6 കസ്റ്റമേഴ്സ് ഉണ്ട്. പോ. ദേ ടോണി, ആവശ്യമില്ലാതെ ആരും സംശയിക്കരുത്. എനിക്ക് അത്ര ആവശ്യപ്പെട്ടാ നിനക്കറിയാവോ? ദേ സാറേ, ആവശ്യത്തിനാണോ അനാവശ്യത്തിനാണോ എന്ന് അവര് തമ്മിൽ തീരുമാനിച്ചോളും. ടോണി, നിന്റെ മൊബൈലിൽ മറ്റേ സിനിമയിലെ പോലെ വല്ല ക്ലിപ്സും ഉണ്ടായിരുന്നോ? അല്ല, ടെൻഷൻ കണ്ടിട്ട് ചോദിച്ചാ. നിനക്കെന്താ ധൃതി ഉണ്ടാ? ഇല്ല. എന്തേ? ഇല്ല, ഫോൺ കിട്ടിക്കോട്ടെ, നിനക്ക് ഉത്തരം തരാട്ടാ. എന്താടി, റിങ് ഉണ്ടാ? റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. എന്റെ ഫോൺ എടുത്തവനെ മൂർഖം കൊത്തണേ. മഞ്ജു, മായ, റുബീനെയൊക്കെ വിളിക്കാനുള്ള സമയമായി. അവൻ അങ്ങനെ തന്നെ വേണം. മഞ്ജു, മായ, റുബീന, യുറാനിയം, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ ഇവരൊക്കെ വിളിക്കുമ്പോ എന്ത് ചെയ്യും? ഒരു ആപത്ത് വരുമ്പോ അവനെ കളിയാക്കാതെ പോയി സഹായിക്കും. ചെല്. അതിനെവിടെയാ ആപത്തുള്ളത്? പോയി സഹായിക്കട, ചെല്. അപ്പൊ നീയും കൂടെ വാ. എനിക്കിവിടെ പണിയുണ്ട്, ഒന്ന് പോയെ. അപ്പൊ ഞാൻ പോയി തപ്പിട്ട് വരാം. ദാ, വിഷമിക്കാതെ ഇന്ന് എന്റെ ഫോൺ എടുത്തു. ഇതിലാ പണച്ചാക്ക് റുബീനയുടെ നമ്പർ ഇല്ല. എന്നാ വേണ്ട, പോടാ. കിട്ടി മൊബൈൽ കിട്ടി. അയ്യോ, നിന്നെ ഞാൻ രാവിലെ വെറുതെ എന്തൊക്കെയോ പറഞ്ഞു. ഫോൺ നോക്കട്ടെ. ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട് കേട്ടോ. എന്റെ മൊബൈലും കാണാനില്ല. മാറിപ്പോയല്ലേ. കൂലിപ്പണിക്കാരാ. എടാ, എന്റെ മൊബൈലില്ല, ഞാൻ എങ്ങനെ ജീവിക്കൂടാ? ടോണി, നിന്നെ എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ ആശ്വസിപ്പിക്കണ്ടേ? സാറ് വിഷമിക്കണ്ട, സാറിന് ഞാൻ എങ്ങനെയെങ്കിലും മൊബൈൽ എടുത്തു തരാം. അയ്യോ അമ്മേ, അയ്യോ ദാ, റോയിച്ചിനെ വിളിക്ക്, വിളിക്ക്. വേണ്ട, ശരിയായിക്കോളും. എല്ലാരും നോക്കിയാ മതി. അയ്യോ, കുറച്ച് വെള്ളം തന്നെടാ. അയ്യോ, എന്റെ മൊബൈല്.
സിനിമ നടൻ സാറിന്റെ ബ്ലോഗിങ് കഴിഞ്ഞെങ്കിൽ എനിക്കൊരു മെയിൽ ചെയ്യണമായിരുന്നു. അല്ല ആപ്പം തരോ? എന്തെല്ലാവർക്കും പറ്റി? എന്താടാ ആനന്ദ്, എന്ത് പറ്റി? ടോണിയുടെ ഫോണ് പോയി റോയ്ച്ച. മനുഷ്യരോട് പേടിപ്പിച്ചോളന്നല്ലോ. എവിടെ പോയത്? അതറിയെങ്കിൽ അവനിങ്ങനെ ഇരിക്കുവായിരുന്നാ? പോയി എടുക്കില്ലേ? അതെ, ശരിയാണല്ലോ. ഇന്ന് തിരക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അത്യാവശ്യം ആളുണ്ടായിരുന്നു. ലേഡീസോ? അത്യാവശ്യം അതുകൊണ്ടായിരുന്നു. ഇരുന്ന ടേബിളൊക്കെ മനസ്സിലായില്ല. സാറാ, ലേഡീസ് ഇരുന്ന ടേബിളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോന്ന്? അതൊക്കെ ഉണ്ട്, പക്ഷെ ലോഞ്ചില് അത് വരട്ടെ. ആദ്യം ലേഡീസ് ഇരുന്ന ടേബിളൊക്കെ ഒന്ന് നോക്ക്, പിന്നെ ലോഞ്ചും കിട്ടായിരിക്കില്ല. എന്ത്? എടാ പൊട്ട ഫോൺ ദാ, പോയി നോക്കണ. ഫോണല്ലടാ, വേറൊരെണ്ണം വാങ്ങിക്കാം. ഇതെവിടെ നിന്നാണ് കിട്ടിയത്? അത് റോയ്ച്ച. എടാ, നീ ഇതെടുത്ത് മാറ്റി വെച്ചിരിക്കായിരുന്നല്ലേ? എടാ ടോണി, ഞാൻ നീ എന്ന് പറയണ്ട. 1.5 മണിക്കൂറായി പാവത്തിന് വട്ട കറക്കാൻ തുടങ്ങിയിട്ട്. നിന്റെ തമാശയൊക്കെ ശരി, പാവത്തിന് അറ്റാക്ക് പോലെ വന്നിരുന്നെങ്കിലോ? ഈ തമാശ കുറച്ച് ഓവറായി പോയാണെന്തേ. ആ അത് മോശമായി പോട്ടെ സാറേ. ഒന്ന് നിർത്തുണ്ടോ എല്ലാരും? ഈ ഫോൺ ഞാനൊന്നല്ല എടുത്തേ. പിന്നെ കിട്ടിയതാ? ഇതെവിടെ നിന്ന് കിട്ടിയത്? അത് റോയ്ച്ച. മിണ്ടണ്ട. ഇവ പോയ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ അരിച്ചു പറക്കി. ഞങ്ങൾക്ക് കിട്ടാത്ത ഈ സാധനം നിനക്ക് എങ്ങനെ കിട്ടി? പറ. ഇവനെ കൊണ്ട് ഞാൻ പറയിക്കുന്നുണ്ട്. എനിക്കിത് ലേഡീസ് ടോയ്ലറ്റ് നിന്നാ കിട്ടിയേ. പറ, നിങ്ങൾ അവിടെ തെരഞ്ഞോ? ഛേ, ഛേ. ലേഡീസ് ടോയ്ലറ്റ്. ദൈവമേ, വല്ല ക്ലിപ്പ് കൊടുക്കാൻ കയറിയതാണോടാ? ഞാനങ്ങനെ ചെയ്യുമോ റോയിച്ച? ഞാൻ ആ ബാത്റൂമിൽ മൂത്രമൊഴിക്കാൻ പോയപ്പോൾ ജെൻസ് ടോയ്ലറ്റ് ഫുള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ലേഡീസ് ടോയ്ലറ്റിൽ കയറിയത്. അവിടെ വെച്ച് മറന്നു പോയതാ. നല്ല മറവി. ഫോണിനടുത്ത് പളകളഞ്ഞാണ്.